ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പിയിലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് എയർ ഫ്രയറിലോ ഓവനിലോ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ബട്ടറാണ്. അപ്പോൾ ഇത് ഒരു 100 ഗ്രാം ബട്ടർ ഉണ്ട്. അപ്പോൾ ഇതാ 100 ഗ്രാം ബട്ടർ തണുത്തതല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ ഇല്ല ബട്ടറാണ്. അഥവാ ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ആണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ടിതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാരയല്ല. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് 1/2 കപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററൊന്നും വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വിസ്കിൻ്റെ ആവശ്യമില്ല, വിസ്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതാ ഇത് ഞാൻ നല്ലോണം അരിച്ചിട്ടെല്ലാം എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവം, നമ്മൾ പുട്ടിനൊക്കെ നനക്കൂലേ ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല, ഇതന്നെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കണ്ട. പിന്നെ ചേർക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ്, ഒരു പിഞ്ച് ഉപ്പിടണം കേട്ടോ. അപ്പോൾ ബട്ടർ സോൾട്ടഡ് ആണെങ്കിൽ ഉപ്പിടണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ കുഴച്ച് കഴിഞ്ഞാൽ നമ്മളെ ചപ്പാത്തി മാവൊക്കെ പോലെ ഇങ്ങനെ വലിഞ്ഞ് വരില്ല, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം അങ്ങനെ പൊട്ടിപ്പോകണം കേട്ടോ. ആ ഒരു പരുവാകുമ്പം നമുക്കിതാ ഇതുപോലെ വേണ്ട അളവിൽ ഇങ്ങനെ ഒന്ന് കുറച്ച് മാവ് എടുക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ പ്ലെയിൻ ആയിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്താലും മതി. ഇനിയിപ്പോൾ കുക്കി കട്ടറിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാവെടുക്കുക, എന്നിട്ട് ഇതാ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. നമ്മൾ ചെറിയ ബോൾ എടുത്തിട്ടല്ലേ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, അപ്പം ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട, ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ. ഇത് കറക്റ്റാണ്. പിന്നെ ഇതാ ഈ സൈഡിലെല്ലാം ക്രാക്ക് വരുന്നില്ലേ, അത് വരണണ്ട, അതാണ് ശരിക്കും മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അങ്ങനെ ക്രാക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരളവിന് എനിക്കൊരു 16 കുക്കീസാണ് കേട്ടോ കിട്ടിയിട്ടില്ലേ. 1 കപ്പ് മൈദക്കാണ് ഇപ്പോൾ 16 കുക്കീസ് കിട്ടിയിട്ടില്ലേ. അപ്പോൾ 1 കപ്പ് മൈദയും 1/2 കപ്പ് പഞ്ചസാരയും 100 ഗ്രാം ബട്ടറും, ഇത് മാത്രമാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഈ സമയം കൊണ്ട് ഒന്ന് നമ്മുടെ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിടാം. അപ്പോൾ ഇതാ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കീസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ പ്രീ ഹീറ്റായ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലോട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കുക്കീസെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 16 എണ്ണം കറക്റ്റ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 150 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം ഞാനില്ലേ മീഡിയം സൈസിലുള്ള ഒരു എയർ ഫ്രയർ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ 150 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് വെച്ചേ. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമില്ല ഓവനൊക്കെ ആണെങ്കിൽ ഒരു 180 ഡിഗ്രി വരെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ടൈമിങ്ങും ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പം നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ ഇതാ നമ്മൾ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പം നല്ല ചൂടല്ലേ ഉള്ളത്, അപ്പം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവല്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അതുവരെ അങ്ങനെ തന്നെ വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നല്ല എന്താ പറയുക നല്ലോണം സെറ്റായിട്ട് വരും കേട്ടോ. അതുവരെ നല്ല സോഫ്റ്റിനുണ്ടാവും. അപ്പോൾ ചൂടാറുന്നത് വരെ നമ്മൾ തൊടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചതാണ് കേട്ടോ. ഇത്രയും നല്ല കുക്കീസായിട്ടാണ് കിട്ടല്. നല്ല നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ചൂടുണ്ടാകുമ്പം നല്ല സോഫ്റ്റാണ് ഉണ്ടാവല്. ഒന്ന് ചൂടാറിയതിന് ശേഷം എടുത്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതാ ഉള്ളെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.